ആദ്യം ഒരു മനുഷ്യൻ സ്വയം തൻ്റെ ഉള്ളിലുള്ള ദൈവികതകളെല്ലാം അനുഭവിക്കുകയും മനസ്സിലാക്കുകയും അറിയുകയും ഒക്കെ ചെയ്യണം എന്ന് ഞാൻ പറയുന്നതിൻ്റെ പ്രധാന കാരണങ്ങൾ എന്തെല്ലാമാണ് എന്നുള്ളതാണ് ഇന്ന് ഞാൻ പറയാനായിട്ട് പോകുന്നത്. അതായത് ഞാൻ എന്തുകൊണ്ടാണ് എപ്പോഴും ആദ്യം ഒരു മനുഷ്യൻ സ്വയം തൻ്റെ ഉള്ളിലുള്ള ആ ദൈവികതകളെല്ലാം അനുഭവിക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യണം എന്ന് പറയുന്നതിൻ്റെ പ്രധാന കാരണങ്ങൾ എന്തെല്ലാം കൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ പറയാനായിട്ട് പോകുന്നത്. ഏതൊരു വ്യക്തിയാണോ സ്വയം തൻ്റെ ഉള്ളിലുള്ള ആ ദൈവികതകളെല്ലാം അനുഭവിക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുന്നത്, ആ വ്യക്തിക്ക് സ്വയം തന്നെക്കുറിച്ച് തന്നെയുള്ള ഒരുപാട് സത്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതാണ് ഒരു പ്രധാന പോയിൻ്റ്. അതായത് ഈ വ്യക്തിക്ക് ഒരുപാട് സത്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് തന്നെ ഒന്നും അറിയത്തില്ല. ഇപ്പം നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് തന്നെ ഒന്നും അറിയത്തില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എങ്ങനെ വിജയിക്കുന്നത്? ആലോചിച്ചിട്ടുണ്ടോ? അപ്പോൾ ഈ വ്യക്തി അങ്ങനല്ല. ഈ വ്യക്തിക്ക് തന്നെക്കുറിച്ച് തന്നെയുള്ള ഒരുപാട് സ്വ അനുഭവങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് സത്യം അറിയാം. സത്യം എന്താണെന്ന് സത്യം മനസ്സിലാക്കാനുമൊക്കെ ഈ വ്യക്തിക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വ്യക്തി ഈ സത്യം മനസ്സിലാക്കുന്നത് കൊണ്ട് ഇദ്ദേഹത്തിന് എന്താണ് ഗുണം? ഈ സത്യം മനസ്സിലാക്കുന്നത് കൊണ്ട് ഇദ്ദേഹത്തിന് വല്ല ഗുണം ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഉദാഹരണം പറയാം. ഒരു പൂവിൻ്റെ ഉള്ളിൽ നിന്നും തനിയെ സുഗന്ധം വരുന്നത് പോലെ ഈ സത്യം മനസ്സിലാക്കിയിട്ടുള്ള ആ വ്യക്തികളുടെ ഉള്ളിൽ നിന്നും എപ്പോഴും ഒരു യാഥാർത്ഥ്യ ബോധം പ്രകാശിച്ചുകൊണ്ടിരിക്കും. അവരുടെ ഉള്ളിൽ എപ്പോഴും ഒരു യാഥാർത്ഥ്യ ബോധം ഉണ്ടായിരിക്കും. ഒരിടത്ത് ഒരു ദിവസം ഒരു ബീച്ചിൽ ഒരു കൊച്ചു മകൻ കളിമണ്ണ് കൊണ്ട് കുറേ മനോഹരമായ വീടുകളും രൂപങ്ങളും ഒക്കെ ഉണ്ടാക്കി കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരിടത്ത് ഒരു ബീച്ചിൽ ഒരു കൊച്ചു മകൻ കളിമണ്ണ് കൊണ്ട് നല്ല നല്ല പ്രതിമകളൊക്കെ ഉണ്ടാക്കി കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ ഒരു വലിയ തിരമാല ഇങ്ങോട്ട് വന്നു. ആ കളിമണ്ണ് കൊണ്ട് ഈ കൊച്ചുമകൻ നിർമ്മിച്ച ആ സകല വീടുകളും രൂപങ്ങളും എല്ലാം തകർത്ത് ഒലിപ്പിച്ച് കളഞ്ഞ് ഈ തിരമാല. ഇത് കണ്ടതും ഈ കൊച്ചുമകനങ്ങ് ഭയങ്കര സങ്കടമായി. ഈ കൊച്ച് പൊട്ടി അങ്ങ് കരയാനായിട്ട് അങ്ങ് തുടങ്ങി. ഈ കൊച്ച് കഷ്ടപ്പെട്ട് ഈ വീടെല്ലാം ഉണ്ടാക്കി അങ്ങനെ നിന്നപ്പോഴത്തേക്ക് ആ തിരമാല വന്ന് ഇതെല്ലാം അങ്ങ് തകർത്ത് കളഞ്ഞു. അപ്പോഴത്തേക്ക് ഈ കൊച്ചിനാണെങ്കിൽ ഭയങ്കര സങ്കടമായി. ഈ കുട്ടി പൊട്ടി അങ്ങ് കരഞ്ഞ്. അപ്പോഴത്തേക്ക് പക്ഷെ അവരുടെ അച്ഛനും അമ്മയും വന്ന് മോനെ സമാധാനിപ്പിച്ച്. പക്ഷേ ഈ അച്ഛനും അമ്മയും കരഞ്ഞില്ല. അതെന്താ കാര്യം? ഈ കുട്ടിക്കാണെങ്കിൽ അങ്ങ് ഭയങ്കര സങ്കടമായി. കുട്ടി അങ്ങ് പൊട്ടി കരയുക. പക്ഷേ ഈ അച്ഛനും അമ്മയും കരഞ്ഞില്ല. അതിൻ്റെ കാര്യം എന്താ? അതായത് ഈ അച്ഛനും അമ്മയ്ക്കും അതിൻ്റെ സത്യം അറിയാം. അതായത് ഇത് കളിമണ്ണുകൊണ്ട് ഉണ്ടാക്കിയ രൂപങ്ങളാണ്. അത് ശാശ്വതമായിട്ടുള്ളതല്ല. ഇതൊരു കാറ്റടിക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു തിരമാല വരുമ്പോഴോ ഇത് ഒലിച്ചു പോവും, ഇത് തകർക്കപ്പെടും എന്നുള്ള ആ ഒരു സത്യം, ആ ഒരു യാഥാർത്ഥ്യം ഈ കാര്യത്തിൽ ഈ അച്ഛനും അമ്മയ്ക്കും അറിയാം. പക്ഷേ ഈ കൊച്ചുമകന് അതറിയത്തില്ല. ഈ കൊച്ചുമകന് ഇത് അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ് ഈ കൊച്ചു കുട്ടിക്ക് അത്രയുള്ള ബോധവും അറിവും വിവേകവും ഇല്ല.
അതുകൊണ്ട് ഈ കുട്ടി പൊട്ടി പൊട്ടി കരയുവാണ്. ഇത് നഷ്ടപ്പെട്ടു പോയല്ലോ എന്നോർത്ത് അങ്ങ് പൊട്ടി പൊട്ടി കരയുകയാണ്. പക്ഷെ ആ അച്ഛനും അമ്മയ്ക്കും ആ സത്യം അറിയാം. ഇത് ശാശ്വതമായിട്ടുള്ള കാര്യമല്ല, ഇത് വലിയ സംഭവമല്ല, ഇത് പൊട്ടി പോവും, തകർന്നു പോവും എന്നല്ലെങ്കിൽ പിന്നീടായാലും. അപ്പോൾ ഇതാണ് ഒരു സത്യത്തിനെ നമ്മൾ മനസ്സിലാക്കുന്നതിൻ്റെ ഒരു പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി ഞാനിത് പറഞ്ഞതാണ്. ഇനി വേറെ ഒരു സിനാരിയോ വേണമെങ്കിൽ പറയാം. അതായത് ബീച്ചിൽ വെച്ച് തന്നെ ഒരു മോള് ഇങ്ങനെ ബീച്ചിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴത്തേക്ക് താണ്ടടാ ഒരു ചേട്ടൻ ഈ മോടടുത്ത് ചെന്നിട്ട് ഒരു ചോക്ലേറ്റ് കാണിച്ചിട്ട് പറഞ്ഞ്, മോളെ ഞാൻ നിനക്ക് ഈ ചോക്ലേറ്റ് തരാം, സൂപ്പർ ചോക്ലേറ്റാണ്, പകരം മോളെ നിൻ്റെ കയ്യിലുള്ള വളകളെല്ലാം എനിക്ക് ഊരിത്തരണം, പക്ഷെ പകരം ഞാൻ നിനക്ക് ഈ നല്ല സൂപ്പറായിട്ട് രുചിയുള്ള ചോക്ലേറ്റ് തരാമെന്ന് പറയും. അപ്പോഴത്തേക്ക് കൊച്ചുകുട്ടിയെന്ന് സമ്മതിക്കും. ഈ മോളാണെങ്കിൽ സന്തോഷത്തോടെ ഈ വളയെല്ലാം ഊരി കൊടുത്തിട്ട് ഈ ചേട്ടൻ്റെ കയ്യിൽ നിന്ന് ഈ ചോക്ലേറ്റ് അങ്ങ് വാങ്ങിക്കും. അങ്ങനെ പിന്നെ വന്ന് ഇവരുടെ അച്ഛനും അമ്മയും വന്ന് നോക്കാൻ നേരത്താണ് വള കാണുന്നില്ല. മോളാണെങ്കിൽ ഇതാണ്ട് ഭയങ്കര സന്തോഷവതിയായിട്ട് ഇന്ന് ചോക്ലേറ്റ് കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴത്തേക്കും ഈ അച്ഛനും അമ്മയ്ക്കും അങ്ങ് ടെൻഷനാവും. എടാ എൻ്റെ മോടെ വളകളെല്ലാം എവിടെ പോയി, വളകൾ കാണുന്നില്ലല്ലോ. പക്ഷെ കൊച്ചുകുട്ടിക്ക് ആ ഒരു ഇതൊന്നുമില്ലേ, മോള് പ്രസൻറ്റിൽ നിന്നുകൊണ്ട് ആ ചോക്ലേറ്റ് മനോഹരമായിട്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ ഇവിടെ ഈ അച്ഛനും അമ്മയുടെയും ഒരുപാട് ദിവസത്തെ അധ്വാനത്തിൻ്റെ ഫലമായിട്ട് ഇവർ വാങ്ങിച്ചു കൊടുത്ത വളയാണ് കാണാതെ പോയത്. അപ്പോഴത്തേക്ക് ഇവർക്കത് ഭയങ്കര സങ്കടവും വിഷമവുമായി. പക്ഷെ കൊച്ചുകുട്ടി ഇതൊന്നും അറിയുന്നില്ല. നമുക്ക് ചോക്ലേറ്റിൻ്റെ കാര്യങ്ങൾ മാത്രമേ അറിയത്തുള്ളൂ എന്ന് പറയുന്ന കണക്കാണ്. ഓരോരോ സിനാരിയോ മാറുന്നതനുസരിച്ച് ഓരോരോ വസ്തുതകൾ മാറും. അതായത് സത്യം മനസ്സിലാക്കുന്നതനുസരിച്ച് ഓരോ വ്യക്തികളുടെയും ബോധതലങ്ങളും ഒക്കെ മാറും. അപ്പോൾ ഈ ഉദാഹരണങ്ങളൊക്കെ ഇവിടെ പറയാനായിട്ട് ഉണ്ടായതിൻ്റെ കാര്യം, ഏതൊരു വ്യക്തിയാണോ സ്വയം തൻ്റെ ഉള്ളിലുള്ള ദൈവികതകളൊക്കെ അനുഭവിക്കുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്യുന്നത്, അപ്പോൾ ആ വ്യക്തിക്ക് ഒരു സത്യം മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതായത് താൻ ഈ ശരീരം അല്ല എന്നുള്ള ഒരു സത്യം. അതായത് താൻ ഈ ശരീരം അല്ല എന്നുള്ള സത്യം എപ്പോഴാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്? താൻ ഈ സ്വന്തമായി അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ആ ദൈവികതകളെല്ലാം അദ്ദേഹം അനുഭവിക്കാൻ സാധിക്കുമ്പോൾ മാത്രമേ അദ്ദേഹത്തിനിത് മനസ്സിലാക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അങ്ങനെ ആ വ്യക്തിക്കത് സ്വന്തമായി മനസ്സിലാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും അദ്ദേഹം ആ ഒരു യാഥാർത്ഥ്യ ബോധത്തിലായിരിക്കും ജീവിക്കുന്നത്. അങ്ങനെ ഈ ഒരു സത്യം ഈ വ്യക്തി മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് ഒരുപാട് സന്തോഷവും സമാധാനവുമായിട്ടും ഇരിക്കാനായിട്ട് ഈ ഒരു വ്യക്തിക്ക് സാധിക്കും. കാര്യം ഇദ്ദേഹം ഈ സത്യം മനസ്സിലാക്കിയത് കൊണ്ട്. അതായത് എപ്പോഴും സദാസമയവും അദ്ദേഹത്തിന് സമാധാനവും സന്തോഷവും ആനന്ദവുമായിട്ട് ഇരിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ സത്യത്തിന് ആ ഒരു ഗുണമുണ്ട്. സത്യം മനുഷ്യനെ സ്വതന്ത്രനാക്കും എന്ന് പറയും. അതുപോലെ ഇനി എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് താൻ ഈ ശരീരമല്ല എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എന്നുള്ള 2-3 സാഹചര്യങ്ങൾ ഞാൻ പറയാം. അതായത് എപ്പോഴാണ് ഒരു വ്യക്തിക്ക് താൻ ഈ ശരീരമല്ല എന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എന്നുള്ളതിൻ്റെ സാഹചര്യങ്ങൾ ഞാൻ പറയാം. 1, അതായത് സ്വയം തനിക്കൊരു അനുഭവം ഉണ്ടാവുകയാണ്. അതായത് ഒരു വ്യക്തി അദ്ദേഹം ഒന്നും ചെയ്യാതെ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിനൊരു അനുഭവം ഉണ്ടാവുകയാണ്. അതായത്
തൻ്റെ ശരീരം മുമ്പിൽ നിൽക്കുന്നു. തൻ്റെ ശരീരം പിറകിൽ നിന്ന് കാണുന്ന ഒരു സാക്ഷിയായിട്ട് തൻ്റെ ശരീരത്തിനെ പ്രവൃത്തികളെല്ലാം ഇങ്ങനെ നോക്കി കാണുന്ന ഒരാളായിട്ട് ഇങ്ങനെ വെളിയിൽ മാറി നിൽക്കുക. സംസാരിക്കാനൊന്നും പറ്റുന്നില്ല, വെളിയിൽ ഇങ്ങനെ നിൽക്കുക. അതേ കണക്കൊരു അനുഭവം ഈ വ്യക്തിക്ക് സ്വയം ഉണ്ടാവുന്നു. അദ്ദേഹം ചിലപ്പം ക്രിക്കറ്റ് കളിക്കുകയായിരിക്കാം, വേറെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കാം, അല്ലെങ്കിൽ ഒന്നും ചെയ്യാതിരിക്കുന്ന സമയത്തായിരിക്കാം. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു സഡനായിട്ട് ഒരു അനുഭവം പുള്ളിക്ക് ഇതേ കണക്ക് ഉണ്ടാവുകയാണ്. ഇങ്ങനത്തെ ഒരു അനുഭവം, തൻ്റെ ശരീരം ഫ്രണ്ട് നിൽക്കുന്നു, താൻ പിറകിലായിട്ട് നിൽക്കുന്നു, കുറച്ച് സമയം അത് കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുന്നു. അതിന് ഒരു ഉദാഹരണം പറയണമെന്ന് വെച്ചാൽ, ഒരിക്കൽ ഈ രമണ മഹർഷിക്ക് ഒരു മരണാനുഭവം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിന് ആ ഒരു മരണാനുഭവം ഉണ്ടായതിന് ശേഷമാണ് പിന്നീട് അദ്ദേഹം ഒരു സന്യാസത്തിലേക്കൊക്കെ പോയത്. അതായത് അദ്ദേഹത്തിനൊരു മരണാനുഭവം ഉണ്ടായപ്പോൾ അദ്ദേഹത്തിന് ആ സത്യം മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. അതായത് താൻ ഈ ശരീരം അല്ല എന്നുള്ള സത്യം. അതിനുശേഷം പിന്നീട് അദ്ദേഹം ആ ഒരു യാഥാർത്ഥ്യ ബോധത്തിലാണ് ജീവിച്ചത്. അപ്പം ഇതാണ് ഒന്നാമത്തെ സാഹചര്യം. ഇത് തനിയെ ഉണ്ടാവുന്ന, സ്വയം ഇങ്ങനൊരു അനുഭവം ഉണ്ടാവും. ഇതാണ് ഒന്നാമത്തത്. അതായത് ഈ രീതിയിൽ ഒരു വ്യക്തിക്ക് സ്വയം മനസ്സിലാക്കാനായിട്ട് സാധിക്കും താൻ ഈ ശരീരം അല്ല എന്നുള്ളത്. ഇനി രണ്ടാമത്തെ സാഹചര്യം, ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാഹചര്യമാണ്. അതായത് ഇതിന് നിങ്ങൾക്ക് ഒരു യഥാർത്ഥമായിട്ടുള്ള ഒരു സമർത്ഥനായ ഒരു ഗുരുനാഥൻ ആവശ്യമാണ്. അപ്പോൾ ഈ ഗുരുനാഥൻ സത്യം മനസ്സിലാക്കിയിട്ടുള്ള വ്യക്തിയായിരിക്കണം. അങ്ങനാണെങ്കിൽ ഈ ഗുരുനാഥന് നിങ്ങളെ കറക്റ്റായിട്ട് ഇതേ ഒരു അനുഭവം ക്രിയേറ്റ് ചെയ്ത് തരാനായിട്ട് സാധിക്കും. അദ്ദേഹത്തിന് ഒരുപാട് സന്ദർഭങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ശരീരമല്ല എന്നുള്ളത് മനസ്സിലാക്കി തരാൻ വേണ്ടി, ഈ ശിഷ്യനെ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയുള്ള ഒരുപാട് സാഹചര്യങ്ങൾ ഈ ഗുരു സൃഷ്ടിക്കും. അത് സൃഷ്ടിക്കാൻ അദ്ദേഹത്തിന് അറിയാം. അതിൻ്റെ കാര്യം, ഇദ്ദേഹം ഉയർന്ന ബോധതലത്തിൽ നിൽക്കുന്ന വ്യക്തിയാണ്. നമുക്ക് ഒരിക്കലും നമ്മളെക്കാൾ ബോധത്തിലും ഉയർന്നു നിൽക്കുന്ന ഒരു വ്യക്തിയെ പറ്റിക്കാനായിട്ട് സാധ്യമല്ല എന്ന് പറയും. അപ്പോൾ ഈ ഗുരു ഈ തൻ്റെ ശിഷ്യന് ഈ സത്യം മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി ഉള്ള ഒരുപാട് സാഹചര്യങ്ങൾ ഈ ഗുരുനാഥൻ സൃഷ്ടിക്കും. അതിൻ്റെ ഉദാഹരണം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു ഗുരുനാഥൻ തൻ്റെ ശിഷ്യനെ എപ്പോഴും സദാസമയവും ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് കൊണ്ട് കുറ്റപ്പെടുത്തുകയും ഒരുപാട് മോശം വാക്കുകൾ തെറി പറയുകയൊക്കെ ചെയ്യും. അതായത് ഈ ശിഷ്യൻ എന്തെങ്കിലുമൊക്കെ ചെറിയ ഒരു എന്തെങ്കിലുമൊക്കെ ചെറിയ തെറ്റുകൾ ചെയ്യുമ്പോഴത്തേക്ക് ഈ ഗുരുനാഥൻ ഒരുപാട് ശകാരിക്കും, നല്ല കുത്തുവാക്കുകൾ പറയും. അപ്പോഴത്തേക്ക് ഈ ശിഷ്യൻ എന്നിട്ടും പോകുന്നില്ല. സാധാരണ ഒരാളാണെങ്കിൽ 2 കഴിഞ്ഞ് 3 കഴിഞ്ഞ് പിന്നെ ഇത് കഴിഞ്ഞ് ഇട്ടിട്ട് പോകും. പക്ഷേ ഈ മകൻ പോകുന്നില്ല. പോകാതെ പിന്നെയും അവിടെ തന്നെ സ്നേഹപൂർവ്വം നിൽക്കുക. അങ്ങനെ വരുമ്പോൾ ഈ ശിഷ്യൻ്റെ ഈഗോ പതുക്കനെ അലിഞ്ഞില്ലാതാവാനായിട്ട് തുടങ്ങും. ഒരു ദിവസം കൊണ്ടല്ല, സാവധാനം ഇദ്ദേഹത്തിൻ്റെ ഈഗോ ഇല്ലാതാവാനായിട്ട് പോവും. അതായത് ഈ ശിഷ്യൻ്റെ മനസ്സും ശരീരവും തമ്മിൽ കുറച്ച് ഗ്യാപ്പ് കിട്ടും, സ്പേസ് കിട്ടും. ഇപ്പോൾ സാധാരണ മനുഷ്യർക്ക് അവർക്ക് അറ്റാച്ച്മെൻറ്റ് കാരണം ഈ മനസ്സ് ശരീരം എല്ലാം ഒരേ കണക്കായിട്ട് നിൽക്കുന്നത്. ആ സമയം
ഈ ഗുരു ഒരു സർജറി അവിടെ അങ്ങ് നടത്തും. ഒരു കയ്യും കത്തിയും ഒന്നും തൊടാതെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഓരോരോ വാക്കുകൾ കൊണ്ട് അവിടെ ഒരു സർജറി അങ്ങ് നടത്തും. അപ്പോൾ ഇതിൻ്റെ ഭാഗമായി ഈ ശിഷ്യന് അവിടെ ഒരു സ്പേസ് കിട്ടും. തൻ്റെ ദൈവികതകൾ മനസ്സിലാക്കാൻ വേണ്ടിയുള്ളൊരു സ്പേസ് അവിടെ കിട്ടും, തൻ്റെ ഈഗോ അരിഞ്ഞില്ലാതാക്കുന്നതിലൂടെ. ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. ആ ഇതിലുള്ള അറിയാവുന്ന അനുഭവിച്ചിട്ടുള്ള ആളുകൾക്ക് മാത്രമേ അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ ആ സ്പേസ് പയ്യനെ വലുതാകും. സാവധാനം ആ സ്പേസ് വലുതാകുന്നതിലൂടെ ഇദ്ദേഹത്തിന്, ഈ ശിഷ്യന് അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ശിഷ്യൻ മനസ്സിലാക്കി കഴിയുമ്പോൾ പിന്നെ മനസ്സിലാകും തൻ്റെ ഗുരു ഒരു ഉത്തമനായ ഗുരുവാണ്, തൻ്റെ ഗുരു കാരണമാണ് തനിക്കിതെല്ലാം മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് എന്നുള്ളതല്ല. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ സാഹചര്യം. നിങ്ങൾക്കൊരു നല്ല ഉത്തമനായ ഗുരു ഉണ്ടെങ്കിൽ ആ ഗുരു നിങ്ങൾക്ക് ആ സത്യം മനസ്സിലാക്കി തരാൻ വേണ്ടി ഉള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കും. അപ്പോൾ അവിടെ അത് ഈ ശിഷ്യൻ്റെ ക്വാളിറ്റിയും കൂടെ, അദ്ദേഹത്തിൻ്റെ ഇതും കൂടെ ഉണ്ട്. പരിഗണിക്കും. ശിഷ്യൻ്റെ ഗുണനിലവാരവും കൂടെ അനുസരിച്ച് അവിടെ അത് നടക്കത്തുള്ളൂ. പക്ഷെ ഉത്തമനായ ഒരു ഗുരുവാണെങ്കിൽ അദ്ദേഹം അതിനുള്ള ഇതെല്ലാം ചെയ്യും. അദ്ദേഹം സമർത്ഥനാണ്, അതുകൊണ്ട് അദ്ദേഹത്തിന് അത് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ സാഹചര്യം. ഒന്നാമത്തെ ഞാൻ പറഞ്ഞു, ഒന്ന് സ്വയം സംഭവിക്കുന്നതാണ്. രണ്ടാമത്തേത് ഈ ഗുരു അതിനുള്ള സന്ദർഭം ഉണ്ടാകും. ഇനി മൂന്നാമത്തെ സാഹചര്യം. മൂന്നാമത്തതെന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി തൻ്റെ ഉള്ളിലുള്ള ദൈവികതകളെല്ലാം അനുഭവിക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യണം എന്ന് വിചാരിച്ചുകൊണ്ട് അദ്ദേഹം സ്വയം ഏതെങ്കിലുമൊക്കെ ഗുരുക്കന്മാരുടെ അടുത്തുനിന്ന് പോയി ദീക്ഷയൊക്കെ വാങ്ങി ഓരോരോ സാധനങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നു. ഓരോരോ ഓരോരോ സാധനങ്ങളൊക്കെ സ്വന്തമായിട്ട് അഭ്യസിക്കുക, പ്രാക്ടീസ് ചെയ്യുക ഇദ്ദേഹം വന്നിട്ട്. അങ്ങനെ ഇദ്ദേഹം പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇദ്ദേഹത്തിന് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ സാധനങ്ങളൊക്കെ ചെയ്ത് വരുമ്പോൾ ഈ സാധകൻ്റെ പ്രാണമയ കോശം ആക്ടിവേറ്റ് ആവുന്ന സമയത്ത് അദ്ദേഹത്തിന് കുറേ അനുഭവങ്ങൾ ഉണ്ടാവും. അപ്പോൾ ആ സമയത്ത് ഈ വ്യക്തിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും, അതായത് താൻ ഈ ശരീരം മാത്രം അല്ല എന്നുള്ളത്. താൻ ഈ ശരീരമല്ല എന്നുള്ളതല്ല, താൻ ഈ ശരീരം മാത്രമല്ല, തൻ്റെ ഉള്ളിൽ വേറെയും കുറേ നിഗൂഢതകൾ ഉണ്ട് എന്നുള്ള കാര്യം ഈ ശിഷ്യന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എപ്പോഴാണ്? ഇദ്ദേഹം സ്വയം സാധനകൾ ചെയ്യുമ്പോൾ, പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇദ്ദേഹത്തിന് ഒരു ദിവസം അങ്ങനെ ഉള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിലൂടെ ഇത് മൂന്നാണ് പ്രധാനപ്പെട്ട സാഹചര്യങ്ങൾ. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അതായത് ഒരു മനുഷ്യൻ താൻ ഈ ശരീരമല്ല എന്നുള്ള ആ സത്യം മനസ്സിലാക്കുമ്പോൾ ആ ഒരു യാഥാർത്ഥ്യ ബോധത്തിലായിരിക്കും ആ വ്യക്തി എപ്പോഴും ജീവിക്കുന്നത്. അതാണ് ഒന്നാമത്തെ ഗുണം, സത്യം മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി രണ്ടാമത്തെ ഗുണം രണ്ടാമത്തെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ആ ഒരു ബോധത്തിൽ ഈ വ്യക്തി ജീവിക്കുന്നത് കൊണ്ട്, ആ സത്യം ഈ വ്യക്തിക്ക് അറിയാവുന്നത് കൊണ്ട് ആ വ്യക്തിക്ക് എപ്പോഴും സമാധാനമായും സന്തോഷമായും ആനന്ദമായും ഇരിക്കാനായിട്ട് ഈ വ്യക്തിക്കത് സാധിക്കും. ഇദ്ദേഹത്തിൻ്റെ ഉള്ളിൽ എപ്പോഴും ഒരു പൂർണ്ണത ഉണ്ടായിരിക്കും, ഒരു ഫുൾനെസ്. അതായത് ഒറ്റവാക്കി പറഞ്ഞാൽ അദ്ദേഹത്തിലായിരിക്കും എപ്പോഴും അദ്ദേഹത്തിൻ്റെ ആനന്ദം. അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ എപ്പോഴും അദ്ദേഹത്തിൻ്റെ ഉള്ളിലായിരിക്കും. വെയർ ഇസ് അവർ അറ്റൻഷൻ ദെയർ ഇസ് അവർ എനർജി എന്ന് പറയും. അതായത് നമ്മുടെ ശ്രദ്ധ എവിടെയാണോ നമ്മൾ കൂടുതലും കൊടുക്കുന്നത് അവിടെ ആയിരിക്കും നമ്മളുടെ ഊർജം വർക്ക് ചെയ്യുന്നത്. അവിടെ അതിനനുസരിച്ചായിരിക്കും നമ്മുടെ റിസൾട്ട് ആ കാര്യത്തിൽ എന്ന് പറയാം. ഇപ്പോൾ ഇവിടെ അദ്ദേഹത്തിൻ്റെ ഇന്നർ മെക്കാനിസം, ഇന്നർ വേൾഡ് എല്ലാം അദ്ദേഹത്തിന് അറിയാവുന്നത് കൊണ്ട് അദ്ദേഹത്തിന് ആരോഗ്യമായിട്ടിരിക്കാനായിട്ട് പറ്റും. അതാണ് മൂന്നാമത്തെ പ്രധാന ഗുണങ്ങൾ.
ഏതൊരു വ്യക്തിയാണോ സ്വന്തം ദൈവികതകൾ മനസ്സിലാക്കുന്നത്, ആ വ്യക്തിക്ക് ഞാൻ പറഞ്ഞു സത്യം മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഒന്ന്. രണ്ടാമത്, എപ്പോഴും സമാധാനവും ആനന്ദവുമായിട്ട് ഇരിക്കാനായിട്ട് സാധിക്കും. ആ വ്യക്തി വെറുതെ ഒന്നും പോയി വഴക്കിടാനും ബഹളം ഉണ്ടാക്കാനും ഒന്നും അദ്ദേഹം ശ്രമിക്കത്തില്ല. അദ്ദേഹത്തിന് അതിൻ്റെ ആവശ്യവുമില്ല. അദ്ദേഹം എപ്പോഴും സമാധാനം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമേ ശ്രമിക്കത്തുള്ളൂ. അദ്ദേഹത്തിൽ അതിനൊന്നും യാതൊരു താല്പര്യവുമില്ല വേറൊരു വസ്തുവിലൂടെയൊന്നും. പിന്നെ മൂന്നാമത്തെ കാര്യം, നിങ്ങൾക്ക് ആരോഗ്യം ഉണ്ടാവും. ആരോഗ്യമായിട്ട് ഇരിക്കാനായിട്ട് സാധിക്കും. ആരോഗ്യമായി ജീവിക്കാൻ സാധിക്കും. മെൻ്റലി നിങ്ങൾ സ്ട്രോങ് ആയിരിക്കും, ഫിസിക്കലി നിങ്ങൾ സ്ട്രോങ് ആയിരിക്കും, സെക്ഷുവലി നിങ്ങൾ സ്ട്രോങ് ആയിരിക്കും. ആ വ്യക്തിക്ക് ഒരു അസുഖങ്ങളും ഒരു പ്രശ്നങ്ങളും ഉണ്ടാകില്ല എന്ന് ഞാൻ പറയുന്നില്ല. ആ വ്യക്തികൾക്ക് സാധാരണ ഒരു മനുഷ്യനെ പോലുള്ള കാര്യങ്ങളെല്ലാം വരാം. പക്ഷേ ഈ വ്യക്തി അതെല്ലാം നിസ്സാരമായും ധാരണം ചെയ്യും. അതിനുള്ള ഒരു ബോധം ആ വ്യക്തിക്ക് തനിയെ ഉണ്ടാവും. അതാണ് അതിനകത്ത് പ്രധാന കാര്യം. അതായത് ഈ വ്യക്തി പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതായിട്ടില്ല. ഇദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ആ ചൈതന്യം എല്ലാം തനിയെ കറക്റ്റ് ചെയ്തോളും. അതാണ് അവിടുത്തെ മെയിൻ പോയിൻ്റ്. നാലാമത്തെ പോയിൻ്റ്, അതായത് ഈ സാധനയൊക്കെ ചെയ്ത് വരുമ്പോഴത്തേക്ക് ഇദ്ദേഹത്തിൻ്റെ ബോധം ഉയരുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ സ്വഭാവം ഇദ്ദേഹം തന്നെ വാച്ച് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും താൻ ഒന്നും ചെയ്യുന്നില്ല. ഈ ബോധമാണ് തന്നെ കൊണ്ട് ഓരോരോ കാര്യങ്ങൾ നല്ല രീതിയിൽ ചെയ്യിക്കുന്നതെന്നുള്ളത്. ആളുകളുമായിട്ട് ഇടപഴകുന്നതായാലും തൻ്റെ സംസാര ഭാഷ ഇതെല്ലാം മാറും ആ സമയം. അപ്പോൾ ആ സമയം മാറുന്നത് ഇദ്ദേഹത്തിൻ്റെ ഊർജത്തിൽ ഉണ്ടായ മാറ്റമാണ്, അല്ലെങ്കിൽ ബോധത്തിലുണ്ടായ മാറ്റമാണ് എന്നുള്ളത് അദ്ദേഹത്തിന് സ്വയം മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അത് നാലാമത്തെ ഇമ്പോർട്ടൻ്റ് ഗുണമാണ്. വി ആർ ലിവിങ് ഇൻ ആൻ എനർജി വേൾഡ്. അതായത് ഒരു വ്യക്തി സാധനങ്ങളൊക്കെ ചെയ്ത് പതുക്കെ മുന്നോട്ട് പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രാണമയ കോശമൊക്കെ ആക്ടിവേറ്റ് ആവുന്ന സമയത്ത് ആ വ്യക്തിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും വേറെയും ഒരുപാട് സൂക്ഷ്മമായിട്ടുള്ള ഊർജങ്ങൾ നമ്മുടെ ചുറ്റും ഉണ്ട് എന്നുള്ള കാര്യം. അപ്പോൾ അതിൽ പ്രധാനമായും നെഗറ്റീവായിട്ടുള്ള ഊർജങ്ങൾ ഉണ്ട്. അങ്ങനെ ഉള്ള ഈ നെഗറ്റീവായിട്ടുള്ള ഊർജങ്ങൾ എങ്ങനെയാണ് ഒരു വ്യക്തിയെ മാനസികമായി തളർത്തുന്നതെന്നും ആ വ്യക്തിയുടെ ആരോഗ്യമൊക്കെ കുറയ്ക്കുന്നതെന്നും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിന് എങ്ങനെല്ലാം അത് ബാധിക്കുന്നുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ ഈ വ്യക്തിക്ക് അത് ആ സമയം മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതായത് ഈ വ്യക്തിയുടെ സൂക്ഷ്മ ശരീരം, എനർജി ബോഡി ആക്ടിവേറ്റ് ആവുന്ന സമയത്ത് ആ സമയം മുതൽ ഇദ്ദേഹത്തിന് സൂക്ഷ്മമായിട്ടുള്ള എനർജി ഊർജങ്ങളെ മനസ്സിലാക്കാനായിട്ട് അനുഭവിക്കാനൊക്കെ സാധിക്കും. അപ്പോൾ അദ്ദേഹത്തിന് കൃത്യമായി മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇത് നെഗറ്റീവ് എനർജി ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിനെ സാവധാനം അതിനെ പ്രതിരോധിക്കാനൊക്കെ ഈ വ്യക്തിക്ക് അത് സാധിക്കും. അപ്പോൾ ഇത് ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ചാമത്തെ ഒരു ഗുണമാണ്. സാധാരണ ഇത് അറിഞ്ഞുകൂടാത്തൊരു വ്യക്തികൾക്ക് വേറെ നിവൃത്തിയില്ല. ഈ നെഗറ്റീവ് എനർജികളുടെ നിന്നെല്ലാം വാരി വലിച്ച് വെച്ചിട്ട് ഓരോരോ അസുഖങ്ങളും ഫുള്ള് നെഗറ്റീവായിട്ടുള്ള കാര്യത്തിലേക്കാണ് അവരുടെ ഇത് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ആ സമയം ഈ വ്യക്തിക്ക് അതിനെ പ്രതിരോധിക്കാനായിട്ട് സാധിക്കും. സാവധാനം അദ്ദേഹത്തിൻ്റെ ഓറ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അദ്ദേഹത്തിൻ്റെ ഊർജ്ജ മണ്ഡലങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ അദ്ദേഹം പഠിക്കും സാവധാനം. ഇനിയിപ്പോൾ നിങ്ങൾ പറയാണ് ഇങ്ങനെ നെഗറ്റീവ് ഊർജ്ജങ്ങളൊന്നുമില്ല എന്ന് പറയുന്നവരോടാണെങ്കിൽ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ശ്രീനാരായണ ഗുരുദേവൻ്റെ ദേവചിന്തനം എന്ന് പറഞ്ഞ ഒരു ചെറിയ ലഘു കൃതിയുണ്ട്. അത് വായിച്ച് നോക്കിയാൽ മതി. അപ്പം അതിനകത്ത് അദ്ദേഹം വ്യക്തമായി പറയുന്നുണ്ട് അതിനെപ്പറ്റിയല്ല. പല തരത്തിലുള്ള നെഗറ്റീവ് ഊർജ്ജങ്ങളെപ്പറ്റി അദ്ദേഹം അതിൽ പറയുന്നുണ്ട്. അദ്ദേഹം
ഒരിക്കലും ആളുകൾക്ക് മോശം വരണം എന്ന് പറഞ്ഞ് ചിന്തിച്ചുകൊണ്ട് ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യക്തി ഒരു കാര്യം പറയുകയും എഴുതുകയൊക്കെ ചെയ്യുമ്പം അത് വെറുതെ ഇല്ലാത്തത് പറയാൻ വേണ്ടി ശ്രമിക്കത്തില്ല എന്ന് മനസ്സിലാക്കാൻ തവണ്ണമുള്ള ഒരു ബോധമെങ്കിലും നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഞാനിപ്പം ഒരു പ്രധാനമായിട്ടുള്ള ഒരു 5 ഗുണങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. യഥാർത്ഥത്തിൽ നമ്മുടെ ഉള്ളിലുള്ള ദൈവികതകളെ ഒക്കെ മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉള്ള അതിൻ്റെ ഗുണങ്ങളൊന്നും പറഞ്ഞാലും എഴുതിയാലും ഒന്നും തീരില്ല. അത്രയ്ക്കും ഗുണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ വേണമെങ്കിൽ പറയാം, ഉയർന്ന ബോധം ലഭിക്കും, അല്ലെങ്കിൽ ഹയർ ഇൻഡ്യൂഷൻ പവർ കിട്ടും, ഹയർ ഇൻഡ്യൂഷൻ കിട്ടും എന്നൊക്കെ. അപ്പോൾ അങ്ങനെ ഒരുപാട് നിരവധി കാര്യങ്ങളുണ്ട്. ഞാനിതിനകത്ത് വളരെ ചുരുക്കം ഇത്രയും കാര്യങ്ങളെ പറഞ്ഞുള്ളൂ, അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ. അപ്പം ഞാനീ പറഞ്ഞതെല്ലാം പ്രധാനമായിട്ടും ഒരു മനുഷ്യന് വേണ്ട കാര്യങ്ങളാണ്. ആരോഗ്യമായാലും എങ്ങനെ സമാധാനത്തോടെ ഇരിക്കേണ്ട കാര്യങ്ങളായാലും അല്ല, അല്ലെങ്കിൽ ഈ നെഗറ്റീവായിട്ടുള്ള ഊർജ്ജങ്ങളെ പറ്റി മനസ്സിലാക്കുക എന്നുള്ളതൊക്കെ പലർക്കും ഇതിനെപ്പറ്റിയൊന്നും അറിയില്ല. അപ്പം അതുകൊണ്ട് മാത്രമാണ് പറഞ്ഞത്, അല്ലാതെ വേറൊന്നുമല്ല. പല ആളുകളും കിടന്ന് ബുദ്ധിമുട്ടുന്നു ഇതൊന്നും ആരും പറഞ്ഞു കൊടുക്കാനും പിന്നെ ഇവർ സ്വന്തമായിട്ട് ഇതൊന്നും മനസ്സിലാക്കാനൊന്നും ശ്രമിക്കാറും ഇല്ലാത്തതുകൊണ്ട്. അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ പറയേണ്ടി വരുന്നത്. ആരെങ്കിലുമൊക്കെ ഇങ്ങനെയുള്ള വിഷയങ്ങൾ പറയാൻ വേണ്ടേ, അതുകൊണ്ട് പറയുന്നതാണ്. ഓക്കെ, താങ്ക് യു. ലൈഫ് ഇസ് എ ഗ്രേറ്റ് മിസ്റ്ററി.